ശ്രീമതി സുകന്യ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 5 അംഗ പ്രത്യേക ബെഞ്ച് വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെ ഒപ്പം തന്നെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ ഒരു MLA ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെയധികം വിമർശനങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തിരുന്നു. ആ നിലയിൽ മുകേഷിനെ ഒഴിവാക്കാനുള്ള തീരുമാനം ഇന്ന് വരിക കൂടി ചെയ്യുന്നു. അങ്ങനെ പൊതുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങളിൽ പോസിറ്റീവായ ഒരു അന്തരീക്ഷം പരിവപ്പെടുന്നു എന്നതാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വളരെ സുപ്രധാനമായ തീരുമാനത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിലവിൽ ഇതിനകം തന്നെ ഏതാണ്ട് 10ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നിട്ടുള്ള നിരവധി ഹർജികളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ച്, അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനിതാ ജഡ്ജി ഉൾപ്പെടെ അംഗമായിട്ടുള്ള പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേലുള്ള തുടർ നടപടികളെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സെപ്റ്റംബർ മാസം 10-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം സീൽഡ് കവറിൽ ഹൈക്കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കണമെന്നും അതും ഈ പുതുതായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയും തുടർ നടപടികൾ സംബന്ധിച്ച ധാരണയും രൂപീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ രണ്ടാമത് ചൂണ്ടിക്കാണിച്ച വിഷയം നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലൊക്കെ തന്നെയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ പിണറായി സർക്കാർ നമുക്കറിയാം വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി സ്ത്രീപക്ഷ നിലപാട് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2017 രൂപീകരിക്കപ്പെട്ടതും 2019 അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതും. അതിൻ്റെ തുടർന്ന് ഇപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങളൊക്കെ മാറി ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ അവർ തീർച്ചയായിട്ടും അത്തരം ആളുകളെ ഒരു തരത്തിലും ഈ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തരുത്, ശ്രീ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം എന്ന ആ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എത്രമാത്രം ഈ ഗവൺമെൻറ് അതിൻ്റെ സ്ത്രീപക്ഷ നിലപാടുകളിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു നിലപാടെടുത്ത ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.